ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ അഫ്ര എങ്ങനെയാണ് ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ യൂസ് ചെയ്ത് റിന്യൂ ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ട് പലരും എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഒരുപാട് പേര് ഇപ്പോഴും റിന്യൂ ചെയ്തില്ല എന്ന് കേൾക്കുന്നു. അതേപോലെ തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ കോഡ് വരാത്ത ഒരുപാട് പേരുണ്ട്. ഈ പാസ്വേഡ് റീസെറ്റ് ഇഷ്യൂസ് അവരെ അറിയിക്കാൻ പറ്റാതെ വലയുന്ന ഒരുപാട് പേരുണ്ടെന്ന് കേൾക്കുന്നു. കോണ്ടാക്ട് ചെയ്തിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല, കോൾ എടുക്കുന്നില്ല, അങ്ങനെ പല കമൻസും ഞാൻ കണ്ടു. അപ്പോൾ അതിനൊക്കെ എന്നെയും കൊണ്ട് കഴിയാവുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി. ഏത് ഒതൻറ്റിക്കേറ്റർ ആപ്പ് വേണമെങ്കിലും നമുക്ക് അഫ്ര റിന്യൂവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എങ്കിലും അവരവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററാണ്. അതുകൊണ്ട് മാക്സിമം അത് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ തീർച്ചയായും ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമാണ്, അഫ്ര പോർട്ടലിൽ നിന്ന് നമുക്ക് മെയിൽ റിസീവ് ചെയ്യുന്ന സെയിം ഗൂഗിൾ അക്കൗണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിലും ലിങ്ക് ചെയ്യേണ്ടത്. QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയാത്തവർക്ക് നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ തന്നെ പ്ലസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ താഴെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റർ എ കീ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിജിറ്റായിട്ടുള്ള ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇതിലോട്ട് മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അങ്ങനെയും നമുക്ക് ഈ കോഡ് വരുമോ എന്നുള്ള കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിലെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാനും അതേപോലെ അറ്റ് ദ സെയിം ടൈം ഒരു കീ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഓപ്പണായി വരും. ഈ ഒരു പേജിൽ മുകളിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അഫ്രയുടെ ഗൂഗിൾ അക്കൗണ്ടും സെയിം ആണോ എന്നുള്ളത്. അതായത് ഈ മെയിലിൽ തന്നെയാണോ നമ്മുടെ അഫ്രയുടെ എല്ലാ മെയിലുകളും വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഒരു പേജാണ്. ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട് വി ആർ റെക്കമെൻഡ് യൂസിങ് ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് എന്ന്. അതായത് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററാണ്. സോ മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ കാൺ സ്കാൻ ദ QR കോഡ് എന്ന് നമ്മൾ അഫ്ര പോർട്ടലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 30 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോഡ് അപ്പിയർ ചെയ്യും. അത് നമ്മൾ ഒന്നുകിൽ മാനുവലി അല്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കോഡ് കിട്ടുന്നതായിരിക്കും. ഈ വഴികളെല്ലാം ട്രൈ ചെയ്തിട്ടും സ്റ്റിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ്വേഡ് ലോക്കായി എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അഫ്രയെ കോൺടാക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ കോൾ വരുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ അഫ്രയെ കോൺടാക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അഫ്രയെ ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇതുവരെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി എവിടെയും കാണാനുണ്ട്. അവർ പറയുന്നത് അവർ റീസെൻ്റ്ലി അവരുടെ പോർട്ടലിൽ ഇത്രയും ഇഷ്യൂസ് വന്നത് കാരണം അത് വീണ്ടും റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ബിസിയാണ്, അവർക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പലയിടത്തും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് അവർ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജസിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജസിലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ് റീസെറ്റ് ഓപ്ഷന് ബുദ്ധിമുട്ടുള്ളത്. എന്നിരുന്നാലും ഒരു നഴ്സസിന് പോലും ഈ ഒരു ഇഷ്യൂ കാരണം അവരുടെ രജിസ്ട്രേഷൻ നഷ്ടമാകില്ല എന്നാണ് അവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കമൻറ്റ് ഞാൻ ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരെ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പേഴ്സ് ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരൊരു വെബ് എൻക്വയറി ഫോം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണോ അത് നമ്മൾ എൻക്വയറി ആയിട്ട് ഇടേണ്ടതാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 2 ബിസിനസ് ഡേയ്സിൽ അവർ റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ വെബ് എൻക്വയറി ഫോം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. റിന്യൂവൽ ഇഷ്യൂവിൽ പാസ്വേഡ് ലോക്കായിട്ട് ഒരു ഫാമിലി എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അവർ കുറേ കോൾ വിളിച്ചിട്ടും അവരെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറേ തപ്പിയപ്പോൾ എനിക്ക് അവരുടെ ഒരു മെയിൽ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മെയിൽ അഡ്രസ്സിൽ ഈ ഫാമിലി മെയിൽ അയച്ചപ്പോൾ അവർക്ക് റെസ്പോൺസ് കിട്ടിയെന്നാണ് പറഞ്ഞത്.
ആ മെയിൽ അഡ്രസ്സിലോട്ട് നിങ്ങളൊരു മെയിൽ ചെയ്യുകയാണെങ്കിൽ അവരത് റെസ്പെക്റ്റഡ് അതോറിറ്റിയിലോട്ട് ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് അവരുടെ ഒരു ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ ആണ്. സോറി ടു ഹിയർ യു ആർ ഹാവിങ് ഇഷ്യൂസ് ഇൻ റിന്യൂവിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അതിനകത്ത് അവർ പറയുന്നുണ്ട് പ്ലീസ് കോൺടാക്ട് അവർ കസ്റ്റമർ സർവീസ് ടീം. അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അവർ സ്ട്രഗിൾ ചെയ്തിട്ടും ആരും കോൾ എടുക്കുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനും അവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ബി അഷ്വർഡ് ദാറ്റ് നോ നഴ്സസ് ഓർ മിഡ്വൈഫ് വിൽ ലോസ് ദെയർ രജിസ്ട്രേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ആക്സസിങ് അവർ ന്യൂ അഫ്ര പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതായത് അവരുടെ അഫ്ര പോർട്ടൽ ആക്സസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഏതെങ്കിലും നഴ്സസോ മിഡ്വൈഫ്സോ ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും അവരുടെ രജിസ്ട്രേഷൻസ് ലോസ് ആകില്ല എന്നൊരു അഷുറൻസ് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ വിത്തിൻ ഓസ്ട്രേലിയയിൽ നിന്നും ഔട്ട്സൈഡ് ഓസ്ട്രേലിയയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പറുകളാണുള്ളത്. എന്നാൽ ഓസ്ട്രേലിയയിലുള്ള പലരും വിളിച്ചിട്ട് അവർ 2-3 മണിക്കൂർ കോൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു റിപ്ലൈ കൊടുക്കാത്തൊരവസ്ഥ. അതേപോലെ ഔട്ട്സൈഡ് ഓസ്ട്രേലിയയിലുള്ളവർ ശ്രമിച്ചിട്ടും അവർ കോൾ എടുക്കുന്നില്ല. എങ്കിലും ഇത്തരത്തിലൊരവസ്ഥയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്നെ കോൺടാക്റ്റ് ചെയ്ത ഒരു ഫാമിലിക്ക് ഞാൻ ഈ 2 മെയിൽ ഐ ഡികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. notifications@afra.gov.au എന്നുള്ളത്, അതേപോലെ തന്നെ registration 55@afra.gov.au എന്നുള്ളത്. ഈ 2ലും അവർ മെയിൽ ചെയ്തു. ഇതിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിൽ നിന്ന് അവർക്ക് റിപ്ലൈ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മെയിൽ അവരത് അവരുടെ റെസ്പെക്റ്റീവ് അതോറിറ്റിക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം മെയിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ അവരുടെ പേജിൽ അവരൊരു വെബ് എൻക്വയറി ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോം കൃത്യമായിട്ട് വായിച്ചു നോക്കി ഇത് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. വിത്തിൻ 2 ബിസിനസ് ഡേയ്സിൽ അവർ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഫോം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഈ ഒരു ഫോം വഴിയായിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടാതെ ഇരിക്കുകയില്ല. സ്റ്റിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർ ഞാൻ ഈ പറയുന്ന എല്ലാ വഴികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. എങ്കിലും അവർ ഉറപ്പ് തരുന്നുണ്ട് ഈ ഒരു ഇഷ്യൂ മൂലം ഒരു നഴ്സസിനും അവരുടെ രജിസ്ട്രേഷൻ നഷ്ടമാകുകയില്ല എന്ന്. നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം സോൾവ് ആയി എത്രയും വേഗം നിങ്ങൾക്ക് എല്ലാവർക്കും റിന്യൂ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.